ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ലഖിംപൂരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിക്കഴിഞ്ഞു. കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങളെ കാണും. ഒട്ടേറെ പ്രതിബന്ധം മറികടന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിനു വേണ്ടി പരിശ്രമിച്ചതും ഇപ്പോൾ സാധ്യമായതും. ഇതാണ് അവിടെ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവരം. ലഖിംപൂരിലെ കർഷകരുടെ കൊലപാതകങ്ങളിൽ ഭരണകൂടത്തിന്റെ വാദങ്ങളൊക്കെ പൊളിയുന്നതാണ് ഇന്നും കണ്ടത്. കർഷകരുടെ ഇടയിലേക്ക് കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനം ഇടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് ഇന്നലെ രാജ്യം കണ്ടത്. BJP-യെയും മോദി സർക്കാരിനെയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയെയും മകൻ ആശിഷ് മിശ്രയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. പോലീസ് FIR-ൽ മന്ത്രിയുടെ മകന്റെ പേരും കർഷകർക്ക് നേരെ ഇടിച്ചു കയറിയ വാഹനത്തിൽ ആശിഷ് മിശ്ര ഉണ്ടായിരുന്നുവെന്നുമാണ് FIR പറയുന്നത്. അപകടമുണ്ടാക്കുന്ന രീതിയിൽ ആശിഷ് വാഹനം കർഷകർക്ക് നേരെ ഓടിച്ചു. സംഭവത്തിന് ശേഷം കരിമ്പ് തോട്ടത്തിലേക്ക് ഓടിക്കയറിയ ആൾക്കൂട്ടത്തിന് നേരെ ആശിഷ് മിശ്ര വെടിവെച്ചുവെന്നും FIR-ൽ പറയുന്നു. ഇതോടെ മകൻ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്ന കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്രയുടെ വാദമാണ് പൂർണ്ണമായും പൊളിഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് മോദി സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്ര രാജിവെക്കും വരെ ശക്തമായി പ്രതിഷേധം തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. സംഭവത്തിൽ കൊല്ലപ്പെട്ട 4ാമത്തെ കർഷകന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ശക്തമായി യോഗി മോദി സർക്കാരുകൾക്കെതിരെ നീങ്ങുകയാണ്. നേതാക്കളെ തടഞ്ഞുവെച്ച് സംഭവ സ്ഥലത്തേക്ക് എത്താതിരിക്കാൻ ജനാധിപത്യ വിരുദ്ധമായി ഭരണകൂടം നീങ്ങുന്നതിനെയും പ്രതിപക്ഷ നേതാക്കൾക്ക് ചെറുക്കേണ്ടി വരുന്നു. പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും മറ്റു പല നേതാക്കളുടെയും യാത്ര തടയാൻ ഒരു മടിയുമില്ലാതെ സർക്കാരുകൾ ഇടപെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് രാഹുലും പ്രിയങ്കയും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സംഭവ സ്ഥലത്തെത്തി എന്നുള്ളതാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പുതിയ വാർത്ത, വിവരം നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. കഠിനാധ്വാനം ആഘോഷമാക്കൂ. VKC പ്രൈഡ്. കർഷക കൂട്ടക്കൊലയിൽ BJP വാദം പൊളിഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര വെടിയുതിർത്തുവെന്ന FIR. സംഭവ സ്ഥലത്ത് ആശിഷ് മിശ്ര ഉണ്ടായിരുന്നു എന്നതിനും തെളിവുകൾ. കേന്ദ്രമന്ത്രിയെയും മകനെയും അറസ്റ്റ് ചെയ്യണമെന്ന് കർഷകർ. ഉടൻ നടപടി ആവശ്യപ്പെട്ട് യെച്ചൂരി. യാത്രാനുമതി നേടി രാഹുലും പ്രിയങ്കയും ലഖിംപൂരിലെത്തി. കൊടകര BJP കുഴൽപ്പണക്കേസിലെ 1,40,40,000 രൂപ കൂടി കണ്ടെത്തി. തുക കണ്ടെത്തിയത് പ്രതി ദീപ്തിയുടെ സുഹൃത്ത് ഷിൻറ്റോയുടെ കയ്യിൽ നിന്ന്. BJP പുനഃസംഘടനയ്ക്കെതിരെ കൃഷ്ണദാസ് പക്ഷം, ഇഷ്ടക്കാരെ തിരുകി കയറ്റിയെന്ന് കൃഷ്ണദാസ് പക്ഷം. കെ സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരുന്നതിൽ അതൃപ്തി. അറിയിക്കാനും കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനും നീക്കം. സാധാരണക്കാരുടെ നടുവൊടിച്ച് കേന്ദ്ര സർക്കാർ ഇന്നും ഇന്ധനവിലയും പാചകവാതക വിലയും കൂട്ടിയത് പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയും. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 15 രൂപ കൂട്ടി. മോൻസൺ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ കോൺഗ്രസിനുള്ളിൽ ഒറ്റപ്പെടുന്നു. സുധീറിന് പിന്നാലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കെ മുരളീധരനും. മോൻസന്റെ പുരാവസ്തു തട്ടിപ്പിൽ പണത്തിന്റെ സ്രോതസ് കണ്ടെത്തുമെന്ന് IG സ്പർജൻ കുമാർ. മോൻസന്റെ കടലാസ് കമ്പനികളിലെ പങ്കാളികളെയും തിരിച്ചറിഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. അടുത്ത മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയെന്ന് മുന്നറിയിപ്പ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ P. കൃഷ്ണപ്രസാദ്, അഖിലേന്ത്യാ കിസാൻ സഭയുടെ ട്രഷറർ. ഡോക്ടർ ഷമ മുഹമ്മദ്, കോൺഗ്രസ് ദേശീയ വക്താവ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP വക്താവ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ്. ശ്രീ കൃഷ്ണപ്രസാദ്, ഇപ്പോഴും കേന്ദ്ര മന്ത്രിയെയും മകനെയും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണല്ലോ കേന്ദ്ര സർക്കാരിനും BJP-ക്കും. മന്ത്രിയുടെ രാജി ഉണ്ടാവില്ല, മന്ത്രി രാജിവെക്കണം, ശക്തമായ അന്വേഷണം, സ്വതന്ത്രമായ അന്വേഷണം എന്നൊക്കെയാണല്ലോ ആവശ്യപ്പെടുന്നത് കർഷക സംഘടനകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയിൽ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ വിലക്കുകൾ മറികടന്ന് പ്രിയങ്കയും രാഹുലുമൊക്കെ ലഖിംപൂരിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ കൃഷ്ണപ്രസാദ്, മന്ത്രി രാജിവെക്കുക എന്നുള്ളത് കർഷക സംഘടനകളുടെ ആവശ്യം മാത്രമായി കാണണ്ട.
ഒരു തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ച ലാൽ ബഹാദൂർ ശാസ്ത്രി അദ്ദേഹം നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ ആലോചിച്ചിട്ടല്ല, മറിച്ച് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് രാജിവെച്ചത്. ഇവിടെ 130 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആഭ്യന്തര വകുപ്പിൻ്റെ സംസ്ഥാന മന്ത്രി, സ്റ്റേറ്റ് മിനിസ്റ്റർ ഇൻ ദ യൂണിയൻ ക്യാബിനറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായിട്ടുള്ള വൈറലായ വീഡിയോ, അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് BJP തന്നെ ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പോലീസ് എടുത്ത കേസ്, ഇതിൻ്റെ എല്ലാം ഭാഗമായി ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെട്ട മൃഗീയമായിട്ടുള്ള കൊലപാതകം, അത് ഒരു കൊലപാതകമല്ല, കൂട്ടക്കൊലയാണ് നടന്നത്. ഇതിൻ്റെ ഭാഗമായി രാജിവെച്ച് മാറി നിൽക്കുക എന്നുള്ള മിനിമം മര്യാദ മന്ത്രി ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നവരെയുള്ള സമരം ഈ രാജ്യത്ത് രൂപപ്പെട്ടു വരും. അയാൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ മറുപടി പറയേണ്ട ഗതികേട് BJPക്കും BJP പ്രവർത്തകർക്കും വരും. രാജിവെച്ച് മാറി നിൽക്കുന്നല്ലേ വേണ്ടത്? ഇത്രയത്തിനാണ് അധികാരക്കൊതി. ആരാണ് അദ്ദേഹം? ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് പോലൊക്കെ മാറിപ്പോവാണ്. കാരണം ആരും അറിയുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. ഇതൊന്നും ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലുള്ള അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലുമല്ല. വളരെ തെറ്റായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെടെ എടുത്ത് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മന്ത്രി എന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. ആ രൂപത്തിൽ യാതൊരു ന്യായവും ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ തുടരുന്നത്. അതിന് അദ്ദേഹത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, മറിച്ച് പ്രധാനമന്ത്രിയെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് തോന്നേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിന് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ ലക്നൌവിൽ പോയി അദ്ദേഹം ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്ക് പോലും പറയാതെ ഈ മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രധാനമന്ത്രിയായി കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ടാണ് വിരലുകൾ ചൂണ്ടുന്നത് എന്നും അദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ പോലും കഴിയില്ല എന്നും അദ്ദേഹം തിരിച്ചറിയേണ്ടതാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇതെന്തൊരു അക്രമമാണ്! ഈ കർഷകർ കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്നു. അവരുടെ കുടുംബങ്ങളെ കാണാൻ, ആശ്വസിപ്പിക്കാൻ ജനപ്രതിനിധികളായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള നേതാക്കൾക്ക് അവിടെ പോകാനാവുന്നില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഉത്തരവാദിത്വമുള്ള കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൻ, അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ, കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ ന്യായീകരണവും പൊളിയുന്ന പ്രാഥമിക വിവരങ്ങൾ വന്നിട്ടുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറി നിൽക്കും എന്നൊന്നും ഒരിഞ്ചും അദ്ദേഹത്തിൻ്റെ ഒന്നും കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. പകരം ന്യായീകരണങ്ങൾ കണ്ടെത്താനാണ് ശ്രമിച്ചത്. അതും പൊളിഞ്ഞ് വീണ്ടും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കലാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത്? അതാണോ ജനാധിപത്യ മര്യാദ എന്നൊരു ചോദ്യമില്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? തീർച്ചയായിട്ടും ആ ചോദ്യം ഉയർത്താവുന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്. ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവിടുത്തെ BJP ഭരണകൂടം പോലീസിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കേസെടുത്തിട്ടുണ്ട്, അന്വേഷണങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ വേണമെങ്കിൽ BJP ഭരണകൂടത്തിന് മറ്റൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. അധികാരം കയ്യിലുണ്ടല്ലോ, പോലീസ് കയ്യിലുണ്ടല്ലോ. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. അത് കൃത്യമായി നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയും അവിടെ സമരക്കാരൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള FIR എടുക്കുകയും തികച്ചും സുതാര്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തു വന്നാലും നിയമപരമായ മാർഗത്തിലൂടെ അതിൻ്റെ നടപടികൾ തുടരും എന്നുള്ള കാര്യത്തിൽ UP ഭരണകൂടം കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ മന്ത്രി രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ള കാര്യം, അത് എപ്പോഴാണ് തീരുമാനം വരിക എന്നുള്ളത് നമുക്കറിയില്ല. മന്ത്രി തീരുമാനിക്കേണ്ട വിഷയമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാൻ നല്ല ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി അജയ് മിശ്ര ഇരുന്ന് ആ തണലിൽ അദ്ദേഹത്തിന്റെ മകൻ ജീവിച്ച് ഇരിക്കുന്നൊരു ഘട്ടത്തിൽ എവിടെ സ്വതന്ത്രമായ അന്വേഷണത്തിന് വഴിയൊരുക്കി എന്നാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ BJPക്ക് കഴിയുക? അതായത് ഈ രീതിയിൽ തന്നെ ഒരു കേസ് എടുത്ത് FIR എടുത്ത് അന്വേഷണം നടത്തുമ്പോൾ അത് സ്വതന്ത്രമല്ല എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ വന്ന് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കേണ്ടതെന്ന് പറയൂ. ഇത്തരം കൂട്ടക്കൊല അതിന് ഉത്തരവാദിയാണ് എന്നൊരു വലിയ വിഭാഗം കർഷകർ ശക്തമായി വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള FIR വരുന്നു. മന്ത്രി പറഞ്ഞ വാദങ്ങൾ ഒന്നൊന്നായി പൊളിയുന്നു. ദൃശ്യങ്ങൾ പുറത്തു വരുന്നു, രേഖകൾ FIR അടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ആ സെക്കൻഡിൽ മാറ്റി നിർത്തണ്ടേ? അത് ഈ നേരം വരെയും ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് സ്വതന്ത്ര അന്വേഷണ വാദം BJPക്ക് ധാർമ്മികമായി മുന്നോട്ട് വെക്കാനാകും?
അല്ല, മാറ്റി നിർത്തിയാൽ സ്വതന്ത്ര അന്വേഷണം വരും എന്നുള്ള ഒരു കാര്യമുണ്ടോ? മാറ്റി നിർത്തിയാൽ മതി, അപ്പോൾ പിന്നെ മാറ്റി നിർത്തിയില്ലെങ്കിലോ? അതുകൊണ്ട് അന്വേഷണം പൂർണ്ണമാകണമെന്നുണ്ടോ? അല്ല, മാറ്റി നിർത്തുകയോ മാറ്റി നിർത്താതിരിക്കുകയോ എന്നുള്ള കാര്യം ആ മര്യാദയ്ക്ക് പോലും വഴങ്ങുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയാണ് അതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീ ജയസൂര്യൻ. അല്ല, പ്രതിപക്ഷത്തിൽ അങ്ങനെ ചൂണ്ടിക്കാട്ടാം, തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൽ അങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കാം. പക്ഷെ അതൊക്കെ ഏത് നിമിഷം ഏത് രീതിയിൽ വരും എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ അടുത്ത നിമിഷം മറ്റൊരു തീരുമാനമായിരിക്കും വരിക. അപ്പോൾ പ്രതിപക്ഷത്തിന് ആ സമയം വരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇവിടെ ഏതായാലും അന്വേഷണം സുതാര്യമായി പോകാനുള്ള നടപടികളാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ് കൂടി ചേരുകയാണ്. ഡോക്ടർ ഷമ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഏതായാലും ഇപ്പോൾ ലഖിംപൂരിലെത്തി എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒട്ടേറെ പ്രതിബന്ധങ്ങൾ പ്രതിപക്ഷ നേതാക്കൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടേക്ക് പോകാൻ കഴിയുന്നില്ല. ആദ്യം നേതാക്കൾ അവിടെ പോകുന്നത് തടയുക എന്നുള്ളൊരു ശൈലി ഹത്രാസിലൊക്കെ നമ്മൾ കണ്ടു. ഇതാ ഇപ്പോൾ ലഖിംപൂരിൽ അത് വരുന്നു. പല തരത്തിൽ പലയിടങ്ങളിൽ പ്രയോഗിച്ച ഒരു രീതി, അതിനെ അതിജീവിച്ചേതായാലും അവിടം വരെ പോകാനായി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തെ കാണാൻ പോകുന്നു, അവർക്ക് ആശ്വാസവാക്കുകൾ നൽകാൻ കഴിയുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായോ? ഏത് തരത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയാനുള്ളത്? ഇതില് വെരി ക്ലിയർ ആണ്, അവർക്ക് അവിടെ ജസ്റ്റിസ് കിട്ടണം, അതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ ഹാത്രസിന്റെ കാര്യം ഒന്ന് പറയട്ടെ. ഇതില് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം ഈ ഹാത്രസിന്റെ ബലാത്സംഗം ഉണ്ടായ സമയത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതിൽ ആദ്യം ഞങ്ങൾ കണ്ട DM പറയാ, അവരോട് പേടിപ്പിച്ചിട്ട് ആ ബലാത്സംഗം ചെയ്ത കൊച്ചും മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനും അമ്മയോടും, ഈ പത്രക്കാർ ഇന്നുണ്ടാവും, അവര് നാളെ ഉണ്ടാവില്ല, ഞങ്ങളുണ്ടാവും, അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ പാടില്ല. DM പറയുന്ന വീഡിയോ നമ്മൾ കണ്ടു. രണ്ടാമത് ADG ലോ ആൻഡ് ഓർഡർ പറഞ്ഞിരിക്കുക, ഇതൊരു ബലാത്സംഗമല്ല, എന്തുകൊണ്ട് അവിടെ സ്പേംസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഈ ADG ലോ ആൻഡ് ഓർഡറിന് ക്രിമിനൽ അമെൻഡ്മെന്റ് ആക്ട്, അത് UPA സർക്കാർ കൊണ്ടാണ്, അല്ലെങ്കിൽ നിർഭയ ആക്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക, ഒരു ബലാത്സംഗം പ്രൂവ് ചെയ്യേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്പേംസ് വേണോ ഇല്ലെന്ന് മുഖ്യ കാര്യമല്ലാന്ന്. അപ്പൊ അതുവരെ ADG ലോ ആൻഡ് ഓർഡറിന് അറിയില്ല. അപ്പൊ അവർക്ക് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു ബലാത്സംഗമല്ല, അത് വേറെ അവരെ തമ്മിലുള്ള ഒരു കൊലയായിരുന്നു, അവളെ ഏട്ടനാ മറ്റേ അവളെ കൊന്നെന്നുള്ള ഒരു അങ്ങനത്തെ ഒരു കാര്യം കാണിക്കണം. ഓണർ കില്ലിംഗ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കാര്യം. അപ്പം നിങ്ങൾ നോക്കൂ, ഒരു കൊലപാതകം നടന്നു, ഒരു ബലാത്സംഗം നടന്നു, എന്നിട്ടും അവർക്ക് അവിടുന്ന് അത് ക്ലിയർ ആയിട്ട് അന്വേഷിക്കണ്ട. അതിന്റെ മേലെ നമ്മൾ എന്താ കണ്ടത്? UPയുടെ CM അന്ന് എന്താ പറഞ്ഞത്? ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. അന്താരാഷ്ട്ര ഗൂഢാലോചന, ഒരു ബലാത്സംഗം, ഒരു കൊച്ചിന്റെ ബലാത്സംഗം, അവളെ കൊന്നിരിക്കുക, എന്നിട്ട് പറയാം അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ്. അതിന്റെ ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രഷർ ഇട്ടു, അവരവിടെ അന്നേരം വിട്ടില്ല, എന്നിട്ട് അവിടെ പോയി അവരെ ആശ്വാസിച്ചു അവളെ അച്ഛനെയും അമ്മേനെയും. എന്നിട്ട് അവര് പറയാ അവര് കണ്ടിട്ടില്ല, അവരെ മോള് അർദ്ധരാത്രി കത്തിച്ചത്, ക്രമേഷൻ നടന്നത്, അവരെ വിട്ടില്ല. അങ്ങനത്തെ എല്ലാം ഞങ്ങൾ കേൾക്കാത്ത കാര്യം. വിട്ടിട്ടില്ല അവരെ ആ ക്രമേഷനിൽ. അവർക്ക് നീതി വേണം, ന്യായം വേണം, അതെല്ലാം ഇവരോട് പറഞ്ഞിരിക്കുക. അതിന്റെ ശേഷം ഞങ്ങൾ പ്രഷർ ഇട്ടേരാ, അത് CBI പ്രോബ് ആയത്. ആ CBI പ്രോബ് ആയതിന്റെ ശേഷം അതില് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു ബലാത്സംഗമായിരുന്നു, അവളെ കൊന്നതാ ഹൈ കാസ്റ്റുള്ള ആൾക്കാർ, അവള് ദളിതായോണ്ട് അവളെ ബലാത്സംഗം ചെയ്തു കൊന്നു. അവർ കുറെ നാളെ അവളെ ഇങ്ങനെ നോട്ട് ചെയ്തു. അപ്പൊ സത്യം പുറത്തു വന്നപ്പോ ഞാൻ ചോദിക്കുന്നത്, അന്നും തന്നെ ഈ ബലാത്സംഗം ചെയ്ത് നടന്നതിന് ശേഷം ലോകി ആദിത്യനാഥ് അന്നേരം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇത് പ്രൂവ് ചെയ്യും, ഇത് നമ്മൾ അന്വേഷിക്കും, കറക്റ്റ് ആയിട്ട് ആരാ ഈ കുറ്റത്തിന്റെ ബാക്കിലുള്ള അവരെ ഞങ്ങൾ ജയിലിലിടും. പക്ഷെ അങ്ങനെ അല്ലല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് വിശ്വാസമില്ല. ഇപ്രാവശ്യം പ്രിയങ്ക ഗാന്ധി അർദ്ധരാത്രി 4:30 മണിക്ക് അവിടെ എത്തിയാരോ അവരെ വിട്ടില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റൂല. അപ്പൊ അവർ ചോദിച്ചു എന്തുകൊണ്ട്? സെക്ഷൻ 144 144 സെക്ഷൻ 144 144 4 പേരുടെ അധികം ഉണ്ടാൻ പാടില്ല. അവർ 2 പേരും ദീപേന്ദർ സിംഗ് ഹുഡയും പ്രിയങ്ക ഗാന്ധിജി ആയിരുന്നു ഉണ്ടായത്. അവർ എന്തുകൊണ്ട് വിട്ടില്ല? ഒരു കാര്യമില്ല. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തു. സെക്ഷൻ 151 സെക്ഷൻ 151 ഒരു ഒഫൻസും ഇല്ല, ചാർജും ഇല്ലാത്തൊരു സെക്ഷനാണ്. അപ്പം അത് അവര് 24 മണിക്കൂറിന്റെ ഉള്ളിൽ അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവരണം. 24 മണിക്കൂർ മുമ്പിൽ പ്രിയങ്ക ഗാന്ധിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുവന്നില്ല. 32 മണിക്കൂറിന് ശേഷമാണ് അവരിപ്പം അവരെ വിട്ടത്. 32ന്റെ അധികമായി. അപ്പൊ ഇല്ലീഗൽ കൺഫൈൻമെന്റ് എന്നാ പറയുന്നത്. അതൊരു സുപ്രീം കോടതി ജഡ്ജ് വന്ന് ഒരു സെക്ഷൻ ഒരു ഇതുമില്ല, ഒന്നും കാണിക്കാണ്ട്, ഒരു FIR ഒന്നും ഇല്ലാണ്ട് അവരെ അറസ്റ്റ് ചെയ്ത്. പക്ഷേ കൊന്നവൻ
അശീഷ് മിശ്ര എല്ലാവരും പറയുന്നു, കുറെ കർഷകർ അവരെ കണ്ടു ആ കാർ ഓടിക്കുന്ന. ആ കാറിന്റെ ഉള്ളിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അവന്റെ ഒക്കെ ഉള്ളത്. അത് പോലീസ് സംസാരിക്കുന്ന അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്യുന്ന വീഡിയോ പുറത്തുവരെ അവര് ബയ്യ ഗാഡി ചലാ രഹാ താ. ആ ഏട്ടൻ എന്ന് പറഞ്ഞാൽ അശീഷ് മിശ്ര എന്ന് കാർ ഓടിക്കുന്നത്. അവിടെ എത്ര തെളിവുണ്ട്. അത് അദ്ദേഹത്തിന്റെ മേലെ ഒരു അറസ്റ്റ് കേന്ദ്രമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രകോപിതരായ പ്രതിഷേധക്കാരായ സമരക്കാരായ ആളുകൾ ആക്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ടതാണ് ഒരു വാദം എടുത്താണ് ആ മന്ത്രി നിൽക്കുന്നത്. അതിനാണ് രാജ്യത്തെ ഭരണകൂടത്തിൽ വിശ്വാസം. അല്ല, ഞങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ കുറെ വീഡിയോസ് വരുന്നു. പക്ഷെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ കർഷകർ നടന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഈ കാറ് വരുന്നു. പിന്നെ നമ്മൾ മറക്കേണ്ടതെന്ന് പറഞ്ഞാൽ അശീഷ് മിശ്ര ഒരാഴ്ച മുമ്പേ പറഞ്ഞിരിക്കുക, ഈ കർഷകരെ എനിക്ക് അത്രക്കും അധികാരമുണ്ട്, ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നല്ല, പക്ഷെ ഈ ജില്ലയിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കും, ത്രട്ടൻ ചെയ്ത് നമ്മൾ കണ്ടത് അത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്ര അധികം തെളിവുണ്ട് ഇദ്ദേഹത്തിന്റെ മേലെ. പിന്നെ അശീഷ് മിശ്രയും പറഞ്ഞിരിക്കുക, NDTVയിലെ ഫസ്റ്റ് ഇന്റർവ്യൂല് ANI അദ്ദേഹം പറയാം, ഞാൻ 9 മണി തൊട്ട് ആ പ്രോഗ്രാം തീർന്നവരെ ലഖിംപൂർ കേരിയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ വന്ന് പറയുന്ന അവനുണ്ടായിട്ടില്ല. അതിന്റെ ശേഷം മകൻ പറയാൻ ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്ര അധികം തെളിവുണ്ട് അദ്ദേഹത്തിന്റെ മേലെ. എന്നാൽ അദ്ദേഹത്തിന് ഈ അശീഷ് മിശ്ര അറസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അവര് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അജയ് മിശ്രനോട് പറയും, നിങ്ങൾ രാജിവെക്കൂ, അന്വേഷണം എന്താണ്? അതല്ലേ ഞാൻ ഖാവുങ്ക ഞാൻ ഖാനെ ദൂങ്ക, എനിക്കെല്ലാം ഇത് വേണം അത് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഒരു വാക്കിൽ ഇന്നലെ ലക്നൌവിൽ ഉണ്ടായിരുന്നു. അവിടെ പോയില്ല, ലഖിംപൂർ കേരി പോയില്ല, അവരെ ആശ്വാസിച്ചില്ല, ഒന്നുമില്ല. 600 കർഷകർ മരണപ്പെട്ടിരിക്കുക ഈ ഒരു കൊല്ലത്തിൽ. ഒരു വാക്കില്ല. പുറത്തൊരു എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ പ്രധാനമന്ത്രി മൈ ഡീപ്പസ്റ്റ് കണ്ടോലൻസസ്. എന്ത് പ്രധാനമന്ത്രിയായത്? ഞങ്ങൾക്ക് ഗ്രീൻ റെവല്യൂഷൻ തന്ന കർഷകരായത്. കർഷകരില്ലാണ്ട് ഈ നാട് മുന്നോട്ട് പോവില്ല. നിങ്ങൾ സംസാരിക്കുന്നില്ല ആ കർഷകരോട്, അതാണ് വിഷയം. നിങ്ങൾ അവരെ പോയിട്ട് ഒന്നും ആശ്വാസിക്കുന്നില്ല. നിങ്ങൾ ആൾക്കാരെ കൊല്ലുമ്പോൾ നിങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടൂ, അതല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുവരെ ചെയ്യുന്നില്ല. എന്റെ പ്രിയങ്ക ഗാന്ധി അവിടെ ആശ്വാസിക്കാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധിനെ നിങ്ങൾ ഒരേ ഇതും ഇല്ലാണ്ട് ഒരേ സെക്ഷനും ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്ത് 32 മണിക്കൂർ അതിന്റെ അകത്തിടുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജി ജോസഫ്, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നലെയും ഇന്നുമായി പുറത്തു വന്ന വിവരങ്ങൾ, ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞത് അന്വേഷണത്തിന് വഴി തുറന്നു എന്നാണ്. അത് ഏതൊക്കെ നിലയിൽ അപഹാസ്യമാണ് എന്ന് വിശദീകരിക്കാനാണ് ഡോക്ടർ ഷമ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഒന്നൊന്നായി വിലയിരുത്തിക്കൊണ്ട് താങ്കൾക്ക് എന്തു പറയാനാകും? BJP ഈ വിഷയത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായോ? ഈ കേന്ദ്രമന്ത്രിയെയും മകനെയും ഇങ്ങനെ പരസ്യമായി സംരക്ഷിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും സ്ഥലത്തെ പ്രത്യക്ഷമായി ഈ വിഷയത്തിൽ BJPയുടെ ഉത്തർപ്രദേശ് രാഷ്ട്രീയം പ്രതിരോധത്തിൽ തന്നെയാണ്. എന്നാൽ പരോക്ഷമായി പ്രതിരോധത്തിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും കൂടിയാണ്. എങ്ങനെ? ഞാനിത് പറയാൻ കാരണം, നമ്മൾ ആദ്യമേ ഈ ലഖിംപൂർ കേരിയിലെ വൻവീർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നു ലഖിംപൂർ MP ആയ അജയ് മിശ്ര, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആശിഷ് മിശ്ര. അതിൻ്റെ സമാപനം പരിപാടിക്കായി ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി അവിടെ എത്താനൊരുങ്ങുമ്പോൾ സെപ്റ്റംബർ 26-ാം തീയതി വൻവീർപൂരിനടുത്തുള്ള സമ്പൂർണ നഗർ എന്ന പ്രദേശത്ത് ഏതാണ്ട് 9 പഞ്ചസാര മില്ലുകളുണ്ട്. കഴിഞ്ഞ 1 വർഷമായി തങ്ങളുടെ കരിമ്പ് വാങ്ങിക്കൂട്ടിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ പേയ്മെൻറ്റ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ് കർഷകർ അവിടെ പ്രതിഷേധത്തിലായിരുന്നു. ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി വരുന്നു എന്ന് കേട്ടപ്പോൾ അവിടെ ബ്ലാക്ക് ഫ്ലാഗ് കാണിക്കുന്നതിന് വേണ്ടി, കറുത്ത കൊടികൾ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി കർഷകർ അങ്ങോട്ട് ഒരു ജാഥ വയ്ക്കുന്നു. ഈ കർഷകർ തന്നെയാണ് അവിടെ 26-ാം തീയതി അജയ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെയും കരിങ്കൊടി കാണിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്നോണം ആണ് ഇങ്ങനെ ഒരു ആക്രമണത്തിൻ്റെ ഗൂഢാലോചനയിൽ മന്ത്രിക്കും മന്ത്രിയുടെ മകനും പങ്കുണ്ട് എന്ന് ഇന്ന് എല്ലാവരും സംശയിക്കുന്നത്. അല്ല, സംശയം മാത്രമാണോ? നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളടക്കമുള്ള പ്രാഥമിക വിവരങ്ങൾ, ഘടകങ്ങളെല്ലാം അവർക്കെതിരല്ലേ? ഞാൻ പറയട്ടെ, തൻ്റെ പ്രതിരോധങ്ങൾ മന്ത്രിയും മന്ത്രിയുടെ മകനും നിരത്തുമ്പോഴും ഇന്ന് ഡോക്ടർ ക്ഷമ പറഞ്ഞതുപോലെ ഈ വാഹനത്തിൽ
കർഷകരുടെ മേളിലേക്ക് ഇടിച്ചു കയറ്റിയ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ മന്ത്രിയുടെ മകനാണ് ആ വണ്ടി ഓടിച്ചിരുന്നതെന്നും അവിടെ കൊല്ലപ്പെട്ട BJPയുടെ പ്രവർത്തകരെല്ലാവരും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ശക്തമായ മൊഴിയാണത്, വലിയ മൊഴി. ഇനി അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത്, കർഷകർ ഉപമുഖ്യമന്ത്രിയുടെ വരവ് ഉണ്ടാകില്ല എന്ന ഒരു അറിയിപ്പുണ്ടായപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങുന്ന സമയത്താണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. എവിടെ നിന്നാണ് ഈ വാഹനങ്ങൾ വരുന്നത്? ലഖിംപൂർ ജില്ലയുടെ ഒരു വശത്ത് നേപ്പാളിൻ്റെ ബോർഡറാണ്. അവിടെയാണ് ഈ ദംഗൽ അല്ലെങ്കിൽ ഈ റെസ്ലിംഗ് കോമ്പറ്റീഷൻ പ്രൈമറി സ്കൂളിൽ ഓർഗനൈസ് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ തിഗുണി പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷൻ ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് വൻവീർ നഗർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൻവീർപൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഇത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന എന്നതിൽ മന്ത്രിക്ക് എന്താണ് പങ്ക് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആരാണ് ഈ മന്ത്രി? ഈ ഇങ്ങനെയൊരു വ്യക്തിയെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി തൻ്റെ ഗവൺമെൻറ്റിലേക്ക് എടുത്തപ്പോൾ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആരായിരുന്നു ഈ വ്യക്തി എന്ന് നാട്ടുകാരോട് പറയേണ്ടത്. അത് ചെയ്തില്ലെന്നാണോ? അത് ചെയ്തില്ല. ഈ വ്യക്തിയുടെ പേരിൽ തിഗുണി പോലീസ് സ്റ്റേഷനിൽ 4 കേസുകളാണ് കിടക്കുന്നത്. ആയുധമേന്തി റൈറ്റ് ഉണ്ടാക്കുക, കൊലപാതകം നടത്തുക, ഇങ്ങനെയുള്ള കേസുകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കൊലപാതക കേസിൽ ലോവർ കോർട്ട് അദ്ദേഹത്തെ നിരപരാധിയായി വിട്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഈ അതേ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിലാണ്. ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഷീറ്ററായ ഒരു വ്യക്തിയെ തൻ്റെ മന്ത്രിസഭയിലേക്ക് ശ്രീ നരേന്ദ്രമോദി എടുത്തപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയായിരുന്നു? അവർ ബഹളം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കില്ല എന്ന് ഒരു സ്ഥാനം ഉണ്ടാകാം, എന്നൊരു ആർഗ്യുമെന്റ് ഉണ്ടാകാം. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത്, ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ ജില്ലാ പരിഷത്തിൽ നിന്ന് കേന്ദ്രത്തിലെ ഒരു മന്ത്രിയാകാൻ വെറും 12 വർഷം സമയമാണ് അദ്ദേഹം എടുത്തത്. വളരെ ചുരുങ്ങിയ കാലം. അദ്ദേഹത്തിന് എതിരെയുള്ള കേസുകൾ എന്താണ്? 2012 MLA ആകുന്നു നിഹാസൻ മണ്ഡലത്തിൽ നിന്ന്. 14 MP, 19 2 ലക്ഷം വോട്ടിന് ജയിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഉത്തർപ്രദേശിലെ ബ്രാഹ്മിൻ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങളാണ് ഇത്രയും വലിയ കർഷക നരഹത്യക്ക് ശേഷവും അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ കൃഷ്ണപ്രസാദ്, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, അധികമാരും അറിയാതിരുന്ന ഒരു ആൾ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, ഇപ്പോൾ വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുന്ന വ്യക്തിയായി മാറുന്നു. ആ വ്യക്തിയുടെ മുൻകാലത്തെ ക്രിമിനൽ പശ്ചാത്തലം, കേസുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ശ്രീ ഷാജി ജോസഫ് ചൂണ്ടിക്കാട്ടിയത്. ആ മന്ത്രിയായിരിക്കുന്ന അജയ് മിശ്രയുടെ അയോഗ്യത കൂടിയാണ് ഇതോടുകൂടി ചർച്ചയിലേക്ക് വരുന്നത്. ഒന്ന് കർഷക സമരത്തിൻ്റെ ആ ഭാഗം മറ്റൊരു തരത്തിൽ. നേരത്തെ ശ്രീ ജയസൂര്യൻ ഈ ധാർമ്മികതാവാദമൊക്കെ വളരെ പഴയ ഒരു ഫാഷനാണ്, അതിലൊന്നും വലിയ കാര്യമില്ല എന്നും തോന്നിപ്പിക്കും വിധം താങ്കൾ ഈ ധാർമ്മികതയിൽ മുറുകെ പിടിച്ചുകൊണ്ടൊരു വാദം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ മന്ത്രി മാറി നിന്നാൽ, അന്വേഷണം നടന്നാൽ അത് സ്വതന്ത്രമാകും എന്ന് ധരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറി നിന്നതുകൊണ്ട് മാത്രം അതൊരു സ്വതന്ത്ര അന്വേഷണം എന്ന് പറയാനാകുമോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് അതൊക്കെ മാറിപ്പോയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ നിരവധിയായ വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഗൂഢാലോചന, ക്രിമിനൽ ഇൻറ്റൻഷൻ, അതിനുവേണ്ടിയുള്ള ഒത്തുചേരൽ, ഒരു കർഷക സമരത്തെ ആ വിധം ഇല്ലാതാക്കാനുള്ള താല്പര്യം, ഇതെല്ലാം പുറത്തു വരണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? മറുഭാഗത്ത് ഈ സ്വതന്ത്ര പൊതുപ്രവർത്തനം പോലും അസാധ്യമാക്കുന്ന നടപടി കൂടി സംഭവിക്കുന്നുണ്ടല്ലോ. ശ്രീകൃഷ്ണപ്രസാദ്, ഒന്ന് നമ്മൾ കാണേണ്ടത്, ഈ ജയസൂര്യൻ ഇവിടെ പറഞ്ഞ സുതാര്യമായ അന്വേഷണം നടക്കും എന്ന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു BJP പ്രവർത്തക നിലയ്ക്ക് സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതിനല്ലാതെ, ഇപ്പോൾ ഷാജി വൈസ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട്, അത് ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ഒരാൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, സത്യത്തിൽ അമിത്ഷായുടെ പേരിൽ കേസുണ്ടായിരുന്നല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ജയിലിൽ ഗവൺമെന്റ് കോടതി ജയിലിൽ അടച്ച ഒരാൾ ആഭ്യന്തരമന്ത്രി ആയത് ആദ്യമായി ചരിത്രത്തിൽ അമിത്ഷായാണ്. ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ തന്നെ
പിന്നെ ക്യാബിനറ്റിലെ സഹമന്ത്രിയായിരുന്ന ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടു, കൊലപാതകവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇവിടെയാണ് നമ്മളെ ഹരിയാനയിലെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ കാരണമായിട്ടുള്ളത് നിങ്ങൾ 500-700 ആളുകളുള്ള ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, വളണ്ടർമാരെ ഉണ്ടാക്കി, ലാത്തി എടുത്തു പോയി ഈ കർഷകരെല്ലാം ആക്രമിക്കണം, എന്നിട്ട് അഥവാ ജയിലിൽ പോകേണ്ടത് വരികയാണെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വലിയ നേതാക്കളായി വരാം, പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന നിങ്ങൾ നേതാക്കളായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യം നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് എത്ര കർഷകരെ ഇവർ കൊലപ്പെടുത്തിയത്? ഒന്ന് ഹരിയാനയിലെ സുശീൽ കാജലിനെ ആഗസ്റ്റ് മാസം 28-ാം തീയതി 10 പോലീസുകാർക്ക് അത് തലക്കടിച്ചടിച്ച് അയാൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ആസാമിലെ 2 കർഷകരെ വെടിവെച്ച് കൊന്നത് ആസാമിലെ BJPയുടെ ഗവൺമെൻറ്റാണ്. ആ മുഖ്യമന്ത്രി അവിടെ BJP ആണ്. അവിടെ ആ മരണപ്പെട്ട കർഷകന്റെ ശരീരത്തിൽ ചാടിക്കയറി നൃത്തം ചവിട്ടുന്ന ഒരു ലജ്ജാവഹമായ സംഭവവികാസം ഉണ്ടായി. ഇവിടെ ഇപ്പോൾ 4 കർഷകരെ വണ്ടി ഓടിച്ച് കയറ്റി കൊലപ്പെടുത്തി. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? പോലീസ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് ഇവർ പറയുന്നത് പോലെ എല്ലാം ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിങ്ങളുടെ നിയമവിരുദ്ധമായ ഉത്തരവുകൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും കഴിയില്ല. മുസാഫർ നഗർ റാലി തടയാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുസാഫർ നഗറിൽ തടയാൻ കഴിയില്ല എന്ന് UP പോലീസ് നിലപാടെടുത്തു. ഇപ്പോൾ UP പോലീസ് കേസെടുക്കാൻ തയ്യാറായി. മന്ത്രിയുടെ പേരിലും മന്ത്രിയുടെ മകന്റെ പേരിലും കേസെടുത്തു. പക്ഷെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്ര ദിവസമായി, 3-ാം തീയതി കഴിഞ്ഞ് ഇന്നിപ്പോൾ എത്ര ദിവസത്രയായി? ഒരു കൊലക്കേസിലെ പ്രതികൾ അവിടെ പരസ്യമായിട്ട് ടെലിവിഷനുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് ഇരിക്കല്ലേ? എന്നിട്ട് സുതാര്യമായ അന്വേഷണം എന്ന് പറയാൻ എത്ര വലിയ തൊലിക്കെട്ടി വേണം? എത്ര ലജ്ജാകരമായ വാദങ്ങളാണ് പറയുന്നത്. ഇനി ഇത് വെച്ച് നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇവിടെ അതിശക്തമായ പ്രക്ഷോഭമാണ് നടക്കുന്നത്, അതെല്ലാവർക്കും അറിയാം. 75 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സമരമായി സമരം മാറി. 1 വർഷം നീണ്ടുനിന്ന സമരമാണിത്. ഇനിയും എത്ര വർഷം നീണ്ടു നിന്നാലും ഈ ഗവൺമെന്റിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഇവരുടെ ഈ കാട്ടാള നിലപാട്, ഈ കാട്ട് ഭരണം, UP ഹസ്രത്തിലെ കാര്യം അവിടെ നേരത്തെ ഷമാ മുഹമ്മദ് പറഞ്ഞല്ലോ. ആ പെൺകുട്ടിയുടെ ശവശരീരം കൊണ്ടുപോയി ദഹിപ്പിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ശരത്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടാണോ അവർ ദഹിപ്പിച്ചത്? നമ്മുടെ കേരളത്തിൽ നടക്കുമോ അത്? ആ മന്ത്രിസഭ നിലനിൽക്കുമോ? മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയുമോ? ഇവിടെ ആദിത്യനാഥ് തുടരല്ലേ? കാട്ടുഭരണമല്ലേ നടക്കുന്നത്? എന്നിട്ട് ആ കാട്ടുഭരണം നടക്കുന്നിടത്ത് ഇവിടെ കേന്ദ്രത്തിൽ ഒരു കുറ്റവാളിയായി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തൊരു മനുഷ്യൻ അവിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളത് ഈ കേസ് വന്നുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്, ഈ സമരം ഉള്ളത് കൊണ്ടല്ലേ അറിഞ്ഞത്. ഞാൻ ഏതായാലും അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള താങ്കളുടേതായ മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്കളിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള, നേരത്തെ കൃഷ്ണപ്രസാദ് സൂചിപ്പിച്ചതുപോലെ മുസഫർ നഗറിലെ ഒരു അനുഭവം, പോലീസ് പാർട്ടി നിർദ്ദേശങ്ങൾ ഈ കർഷക സമരത്തിനെതിരെ അതേപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തയിടത്ത് പാർട്ടിക്കാർ അക്രമികളാക്കി പാർട്ടിക്കാരെ ഇറക്കുന്നുണ്ടോ? ഈ സംഭവം അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നോക്കൂ, 4ാമത്തെ കർഷകൻ വെടിയേറ്റ് മരിച്ചതാണ്. ഗുർവീന്ദറിൻ്റെ മരണം വെടിയേറ്റാണ്. ആന്തരിക രക്തസ്രാവം സംഭവിച്ചു. ബന്ധുക്കൾ ശക്തമായി ഉന്നയിക്കുന്നു വെടിയേറ്റാണ് മരിച്ചത്. ഈ പറഞ്ഞ ആശിഷ് മിശ്ര വെടിവെച്ചു എന്ന നിലയിലുള്ള ഗൗരവമുള്ള ആരോപണവും മൊഴിയും നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിൽക്കുമ്പോൾ ഈ രൂപത്തിൽ കർഷക സമരത്തെയും സാധാരണ മനുഷ്യനെയും ഇങ്ങനെ എതിർക്കുന്നവനെ തീർക്കാം എന്ന് വിചാരിച്ചാൽ BJP വലിയ വില നൽകേണ്ടി വരില്ലേ? ഈ ഇന്ത്യൻ കർഷക ജനതയോട് യഥാർത്ഥത്തിൽ BJP മാപ്പ് പറയേണ്ട ഈ സംഭവത്തിന്റെ പേരിൽ? അല്ല, ഇന്ത്യൻ കർഷക ജനതയോട് BJP കൈക്കൊള്ളുന്ന സമീപനം എന്താണ് എന്നുള്ളത് കർഷകരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കർഷക സമരം നാളെത്തും തോറും ഇല്ലാതായി തീർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്ര വലിയ പ്രക്ഷോഭമായിരുന്നു, ഇപ്പോൾ അതെവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ ശരിയായ നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിരീക്ഷണം എനിക്ക് പറയണമല്ലോ. അപ്പോൾ ആ കർഷക സമരം ഇപ്പോൾ രാഷ്ട്രീയ സമരമായി മാറുകയും കർഷകർ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. അത് പ്രതിപക്ഷത്തിൻ്റെതായ ധർമ്മമാണ്. പക്ഷേ ഇവിടെ ശ്രീ ഷാജി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിപക്ഷത്തെ ഉണർത്താൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് ബോധോദയം ഉണ്ടാകുന്നുള്ളൂ, അവർക്ക് ഈ പറഞ്ഞ ആരോപണങ്ങളുള്ളൂ. അല്ലാത്തപ്പോഴൊന്നും ആരോപണങ്ങളൊന്നുമില്ല. ഇനി അതല്ല, ഇവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഹരിയാനയും ആസാമും ഒക്കെ പറഞ്ഞപ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന നമുക്ക്
കൃഷിഭൂമി പോലും ഇല്ലാതാക്കിയ ഗവൺമെൻറ്റുകളുടെ നാട്ടിലിരുന്നു കൊണ്ടാണ് ഈ വടക്കോട്ട് നോക്കിയുള്ള ഈ പ്രതികരണം എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു, കേരളത്തിൽ എത്ര പെൺകുട്ടികൾ ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടു, അതിൻ്റെ ഒന്നും ലിസ്റ്റ് നമ്മുടെ ചർച്ചയിലില്ല. ചർച്ച കേരളത്തിലാണ് നടക്കുന്നതെങ്കിലും യു പി ആണ് വിഷയം, യു പി ആണ് താല്പര്യം. അതിപ്പോൾ നമ്മൾ കൊറോണ വന്നപ്പോഴും കണ്ടല്ലോ, നമ്മുടെ 8 ഇരട്ടി ജനസംഖ്യയുള്ള യു പിയിലെ മരണനിരക്കും 8-1 ജനസംഖ്യ മാത്രമുള്ള കേരളത്തിലെ മരണനിരക്കും വെച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 8-1 വരുന്ന കേരളം യു പിയേക്കാൾ കൂടുതൽ മരണത്തിലെത്തിയിട്ടും നമുക്ക് ചർച്ചയില്ല. അപ്പോൾ ചർച്ചകളൊക്കെ യു പിയിൽ മതി എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ്. പ്രതിപക്ഷം വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കണം. സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി യു പിയിലെ പോലീസ് എന്ന് പറയുമ്പോൾ BJPയുടെ പോലീസല്ലേ, ആ പോലീസ് തന്നെ ഇത്തരം നടപടി എടുക്കുമ്പോൾ പോലീസ് നന്നായി എടുക്കുന്നു, പോലീസ് ഭരണകൂടത്തെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പ്രതിപക്ഷത്തിന് പറയാം. അത് പ്രതിപക്ഷത്തിന് പറയാം. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ അവർ ഈ കേസെടുക്കുന്നത്. അല്ലെങ്കിൽ പോലീസിനെ കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ. ഇനി അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് മന്ത്രിപുത്രൻ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണ പരിധിക്ക് പുറത്തു നിൽക്കുന്നത്. അതാണോ സ്വതന്ത്ര അന്വേഷണത്തിന്റെ ഒരു നല്ല ലക്ഷണം, ശ്രീ ജയസൂര്യൻ? അല്ല, ആ സ്വതന്ത്ര അന്വേഷണം എന്ന് പറയുന്നത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുത്ത് ശിക്ഷയൊന്നും വന്നിട്ടില്ലല്ലോ. അന്വേഷണം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ അന്വേഷണത്തിന്റെ ഇതുപോലൊരു വളരെ സെൻസിറ്റീവായ വിഷയത്തിൽ ഒരു അന്വേഷണം സത്യസന്ധവും സുതാര്യമായും പോകുന്നു എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതും പ്രധാനമാണ്. അതില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടിയ വിമർശനം. അല്ല, അതില്ല എന്ന് വിമർശിക്കാൻ എപ്പോഴും പ്രതിപക്ഷം അവിടെ ഉണ്ടായിരിക്കണം. പ്രതിപക്ഷം അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ഞങ്ങളത് വകവെക്കില്ല അല്ലേ? പക്ഷേ ഭരണപക്ഷം നിയമപരമായ കാര്യങ്ങൾ, പോലീസിന്റെ നടപടിക്രമങ്ങളും നിയമപരമായ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപക്ഷത്തിന് ചുമതലയുണ്ട്. എന്നല്ലാതെ അതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടോ വഴങ്ങിക്കൊണ്ടോ ഭയപ്പെട്ടുകൊണ്ടോ ഒരു ഭരണകൂടം പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഭരണകൂടം സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തും, കുറ്റക്കാരെ കണ്ടെത്തും, അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ഇവിടെ ഡോക്ടർ ഷമ, പക്ഷേ BJP പ്രതിനിധിയായിട്ടുള്ള വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി പോയി അദ്ദേഹത്തിന് അത് പിശകാണ് അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ വസ്തുത എന്ന് ന്യായീകരിക്കാൻ കഴിയാത്ത വിധം വല്ലാതെ പ്രതിരോധത്തിലാണ് ഓരോരോ കാര്യങ്ങൾ. മന്ത്രിക്ക് തന്നെ ആദ്യം പറഞ്ഞതെല്ലാം പിൻവലിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള അജയ് മിശ്രയുടെ ക്രിമിനൽ പശ്ചാത്തലം, അതിനെ ആ ഘട്ടത്തിലടക്കം തുറന്നുകാട്ടാത്ത കോൺഗ്രസിനെ പോലൊരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ കുറിച്ചുള്ള ഒരു പരോക്ഷ പ്രതിരോധം പ്രശ്നം ഇക്കാര്യത്തിലുണ്ടെന്ന് നേരത്തെ ശ്രീ ഷാജി ജോസഫ് ചൂണ്ടിക്കാട്ടി. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ BJP വക്താവ് ഈ ചർച്ചയിൽ പറഞ്ഞത്, നിങ്ങൾ പ്രതിപക്ഷ നേതാക്കളോ പ്രതിപക്ഷ പാർട്ടികളോ ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളിൽ പ്രതിപക്ഷവും ഇടപെടുന്നില്ല എന്ന് പഴിക്കാനുള്ള ഒരവസരമായിട്ടാണ് BJP കാണുന്നത്. വളരെ ശക്തമായി ഈ വിഷയങ്ങളിൽ തുടർച്ചയായി നിരന്തരമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപം വിമർശിക്കുമ്പോഴും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് BJP, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് നേരെ പറയുകയാണ്. അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇല്ല, ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കും ആരാ അവരെ മന്ത്രിയാവുന്നത്? ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് ശിവൻകുട്ടി രാജിവെക്കണം, പിണറായി വിജയൻ വിടുവോ അതിന്? ശിവൻകുട്ടി സുപ്രീം കോർട്ട് പറഞ്ഞു 2015 കേസിൽ ഹി ഷുഡ് ഫേസ് ട്രയൽ. അപ്പൊ അത് നോക്കുമ്പം ശിവൻകുട്ടി ഇന്ന് രാജിവെക്കണം. ഞങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞാൽ പിണറായി വിജയൻ വിടുവോ? KT ജലീൽ എത്ര സമയം ശേഷം രാജിവെച്ചത്? അങ്ങനെ ഞങ്ങൾക്ക് പറയും ആർക്ക് അധികാരം ഉള്ളത് ഓരോ ആളെ മന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു സർക്കാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ അധികാരമാണ്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുന്ന പ്രശ്നമില്ല. നോക്കൂ ഷമ, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷമ, അതായത് ഷാജി ജോസഫ് പറഞ്ഞ വിമർശനം, ഇപ്പോൾ മോദിയോട് നിങ്ങൾ അദ്ദേഹത്തെ ഇറക്കി വിടൂ, രാജിവെപ്പിക്കൂ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല, അതിൽ ആ വ്യക്തിയെ രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടുക, വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കുന്നു എന്നാവണം അദ്ദേഹത്തിന്റെ വിമർശനം. നെവർ. എന്തുകൊണ്ട്? ഞാൻ ഒരു കാര്യം പറയാം. ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി, അജയ് സിംഗ് ബിഷ്ട്, ഹിന്ദു യുവ വാഹിനിയുടെ ഹെഡായിരുന്നു. അദ്ദേഹത്തിന്റെ മേലെ 10 CRPC സെക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കിയില്ലേ? അതന്നെ ഒരു വലിയ തെറ്റല്ലേ? അദ്ദേഹത്തിന്റെ മേലെ എന്തെല്ലാം കാര്യം, ആർസൺ എന്തെല്ലാം ഉണ്ടായിരുന്നു, റൈറ്റിംഗ് എന്തെല്ലാം ഉണ്ടായിരുന്നു, കലാപം, അങ്ങനെ. എന്നിട്ട് അദ്ദേഹത്തിനെ ഇതാക്കിയല്ലോ മുഖ്യമന്ത്രി. അപ്പൊ നമുക്ക് അതിലെ ഒരു പങ്കില് ഞങ്ങളെ സമയത്ത് ഞാനൊരു കാര്യം പറയാം,
ഏത് അഴിമതി ആരെ മേലുണ്ടാ, അത് അശോക് ചവന്റെ മേലെയോ അല്ലെങ്കിൽ പവൻ ബൻസന്റെ മേലെയോ അല്ലെങ്കിൽ അശ്വിനി കുമാറിന്റെ, എല്ലാവരോടും ഞങ്ങൾ രാജിവെക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട്? നമുക്ക് അതൊരു ക്ലിയർ അന്വേഷണമാണ്. ആരും CBI വരുമ്പം ആരും ആ മന്ത്രി അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളെ കോൺഷ്യസ് ക്ലിയർ ആണ്. നിങ്ങൾക്കറിയണം, എല്ലാ ഇതും ഒരു കറപ്ഷൻ ഫ്രീ, ഒരു ട്രാൻസ്പെറൻസി ഉള്ള ഒരു സർക്കാരായിരുന്നു UPA. ഞങ്ങളാണ് RTI കൊണ്ടാകുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ. അതിൽ എന്തെല്ലാം കാര്യം വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പോലെ നിർഭയയുടെ ആക്ട്, എന്തെല്ലാം ട്രാൻസ്പെറൻസിക്ക് വേണ്ട കാര്യങ്ങൾ ലോക്പാൽ ഞങ്ങൾ എനാക്ട് ചെയ്തു. പക്ഷെ എവിടെ ലോക്പാൽ കൊണ്ടാണോ BJP? അപ്പൊ നിങ്ങൾ ഞങ്ങളെ മേത്ത് ചൂണ്ടിക്കാണിക്കരുത്. ഞങ്ങൾ വേണ്ട കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും അത് എടുക്കും. പിന്നെ ഈ കർഷകരുടെ കാര്യത്തിൽ എനിക്ക് വേറൊരു കാര്യം പറയണം. എന്തുകൊണ്ടാണ് ഈ കർഷകർക്ക് ഇപ്പം മോദി പറയാ ഇത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ നിങ്ങളൊക്കെ MSP എടുക്കും, പക്ഷെ അത് ലോ ആയിട്ടില്ലാത്ത, എന്തുകൊണ്ട് അവർക്ക് വിശ്വാസം ഇല്ല മോദി സർക്കാരിന്? എന്തുകൊണ്ട് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ 2014 പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ MSP കോസ്റ്റ് പ്ലസ് 50% ആക്കും. 2015 അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതിന്റെ ആ ഒരു വാഗ്ദാനം അവർ ചെയ്തില്ല. രണ്ടാമത് 2017 ജെയ്റ്റ്ലി ഇതും അവർ വാഗ്ദാനം ചെയ്തത് 2014. 2017 ജെയ്റ്റ്ലി പറഞ്ഞു പാർലമെന്റ്. ഡോക്ടർ ശർമ്മ, നമ്മൾ ഒരുപാട് അതിന്റെ വ്യവസ്ഥകളെ കുറിച്ച് ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്നു എന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കർഷക സമരങ്ങൾക്ക് മേൽ കൂട്ടക്കൊല ഉണ്ടാകുന്നു എന്നത് തന്നെ ചർച്ച ചെയ്ത് അതിലൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അല്ല, വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തോണ്ടാണ് കർഷകർ ഒരാൾ പറഞ്ഞു, ജയസൂര്യ, ഈ കർഷകരുടെ സമരം അത്ര ഇതില്ല. 1 കൊല്ലത്തിന്റെ ശേഷവും ആ സമരം സ്ട്രോങ് ആയിട്ട് പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. സമരം ക്ഷീണിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. ക്ഷീണിച്ചില്ല എന്നാ ഞാൻ പറയുന്നത്. സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. 1 കൊല്ലത്തിന് ശേഷം 600 കർഷകർ മരണപ്പെട്ടതിന് ശേഷം ഇപ്പം ഞങ്ങൾ കണ്ടല്ലോ, മുസഫർ നഗറിലും എവിടെയും, ഹരിയാനയിൽ എത്ര കർണാലില് നമ്മൾ കണ്ടു. അതും DM അവിടെ പറയുന്നത് നമ്മൾ ഒച്ചത്തിൽ കേട്ടു. അവരെ തല ഇടിച്ച് ഇതാക്കണമെന്ന്. എന്നിട്ടും കർഷകർ ഉണ്ട് അവിടെ. അവര് കണ്ടിന്യൂ കർഷകർ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അവരാണ് ഞങ്ങളെ ഗ്രീൻ റെവല്യൂഷനിലും എല്ലാത്തിനും ഉണ്ടായ കർഷകരായത്. അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കില്ല. മോദിക്ക് എന്തുകൊണ്ട് ആശ്വാസിച്ചൂടാ? അദ്ദേഹം ലക്നൌവിന്റെ ലഖിംപൂർ കയറിയിട്ട് പോയി ഒരു വാക്ക് ഈ 600 കർഷകർ മരണപ്പെട്ടതിന് ശേഷം ഇതുവരെ ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്കുണ്ടായിട്ടില്ല നരേന്ദ്രമോദി. അത് പ്രിയങ്ക മുതൽ ഈ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന വക്താവായിട്ടുള്ള ഡോക്ടർ ഷമ അടക്കം പറയുന്ന ഒരു കാര്യം ഇതാണ്. ലക്നൌവിൽ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ലഖിംപൂരിലേക്ക് പോകാനോ ഈ കർഷകരെ കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാതെ ആരോപിതനായ ആഭ്യന്തരമന്ത്രിയെയും മകനെയും സംരക്ഷിക്കുന്ന സർക്കാരിനെയാണ് പ്രതിപക്ഷം തുറന്നുകാട്ടാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഞാൻ ശ്രീ ഷാജി ജോസഫിലേക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ സമരം ക്ഷീണിച്ചു എന്ന ശ്രീ ജയസൂര്യൻ്റെ വാദം താങ്കളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ, നേരത്തെ കർഷക സമരം ഉണ്ടായിരുന്നത് UPA കേന്ദ്രീകരിച്ചാണെങ്കിൽ പടിഞ്ഞാറൻ UPയിൽ, ഇപ്പോൾ അത് കിഴക്കൻ UPയിൽ കൂടി ശക്തമാകുന്ന BJP വിരുദ്ധ വികാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ ലഖിംപൂർ എന്ന് പറയുന്നത് തന്നെ ആ മേഖലയിലെ ഏറ്റവും വലിയൊരു ജില്ലയാണ്. അവിടെ 8 നിയമസഭാ മണ്ഡലങ്ങളും 2017 ജയിച്ചത് BJP ആണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UP പോകാൻ പോകുന്ന സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ ഈ സിഖ് സമുദായത്തിന്, അതുപോലെ ബ്രാഹ്മണർക്ക്, അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗമൊക്കെ ശക്തമായുള്ള ഒരു മേഖലയാണത്. അപ്പോൾ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകൾ ഒരുപോലെ കർഷക സമരത്തിൻ്റെയും UP മോദി യോഗി വിരുദ്ധ വികാരത്തിലേക്കും പോകുന്നുണ്ടോ? എന്താണ് ഗ്രൗണ്ടിലെ ഒരു പൾസ്? ശരത്തെ, 2 കാര്യങ്ങൾ നമ്മളെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമുണ്ട്. ഒന്ന്, ലഖിംപൂർ ഖേറി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ പഞ്ചസാര ഭരണി എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് പഞ്ചാബിന് പുറത്ത് ഏറ്റവും കൂടുതൽ സിഖുകാരുള്ള ഒരു ജില്ലയാണത്. ഈ ജില്ലയിലെ 2ാമത്തെ പ്രസൻസ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിൻ്റെയാണ്. ആ ജില്ലയിലെ ബ്രാഹ്മിൻസിൻ്റെ സിഖുകാരുടെ വോട്ടിനും വേണ്ടിയുള്ള ഒരു ഓട്ടമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഈ മന്ത്രി രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ശ്രീ ജയസൂര്യ പറഞ്ഞു ഒരു അന്വേഷണത്തിന് ആരംഭിച്ചിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ഈ മന്ത്രി രാജിവെക്കേണ്ട 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ മന്ത്രിയുടെ പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ വാക്കുകളാണ്.
എൻ്റെ പഴയകാലം MP-യും MLA-യും ഒക്കെ ആകുന്നതിന് മുമ്പ് എൻ്റെ പഴയകാലം അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വലിയ മാത്രമല്ല, ലഖിംപൂർ ജില്ലയുടെ അതിർത്തികൾ കടത്തിവിട്ടിരിക്കും ഇവിടുത്തെ കർഷകർ എന്ന് വിളിക്കുന്നവരെ. ഇതൊരു പ്രൊവക്കേറ്റീവ് സ്പീച്ചാണ്. മന്ത്രിപദത്തിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊവക്കേറ്റീവ് സ്പീച്ച്. ഇത് കുറ്റകരമാണ്. അവിടെ തുടങ്ങുന്നു. 2, ഈ മന്ത്രിയുടെ മകൻ ഇന്ന് സന്നിഹിതനായിരുന്ന ഒരു നരഹത്യ, ആ നരഹത്യയിൽ പങ്കെടുത്ത അവർ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകളെ ഹാർബർ ചെയ്തു എന്നത് 2ാമത്തെ കുറ്റം. അതിനുശേഷം മന്ത്രിയും മന്ത്രിയുടെ മകനും കൂടെ ഇത്രയും ഹീനമായ ഒരു ഹത്യ നടന്നതിന് ശേഷം അവിടുത്തെ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതും വളരെ പാൽപ്പബിളാണ്. ഇത് 3ാമത്തെ കൗണ്ടാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ കൃത്യമായി ഈ മന്ത്രിക്ക് നേരെ നിൽക്കുമ്പോൾ, ഇത്രയും വലിയ കുറ്റങ്ങൾ നിൽക്കുമ്പോൾ, ഈ മന്ത്രി രാജിവെക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ടി വരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ശോച്യാവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി 2ാമതൊരു കാര്യം, ഈ ഗവൺമെൻറ്, ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് മുന്നിൽ വലിയൊരു ചോദ്യമാണുള്ളത്. വികാസ് ദുബെ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഉത്തർപ്രദേശിലെ ഒരു ഗുണ്ടയെ UP പോലീസ് വകവരുത്തിയ ശേഷം അവിടുത്തെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി ഒന്നായി ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ്റിനെതിരെ 2022 തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി നീങ്ങുമ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടിയാണ് ജൂലൈ മാസത്തിൽ അജയ് മിശ്ര എന്ന പേരുള്ള ലഖിംപൂർ MP-യെ, ഒരു ബ്രാഹ്മണിനെ ഈ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ BJPക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം അറിയാം, വെളുക്കാൻ തേച്ചത് പാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ ഈ മന്ത്രിയെ രാജിവെപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണ വോട്ട് ബാങ്കും അതുപോലെ തന്നെ ഒരു കുറ്റസമ്മതവും കൂടെ ഒന്നിച്ച് നടത്താൻ ഈ ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളതിന് തെളിവാണ് ഈ മന്ത്രിയെയോ ഈ മന്ത്രിയുടെ മകനെയോ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഈ ഗവൺമെൻറ് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ചേർത്തെ, BJPയുടെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ മറ്റൊരു മുഖം ഞാൻ പറയാം. ഭീം ആർമിയുടെ നേതാവ് ചന്ദ്രശേഖർ ആസാദും പ്രിയങ്ക ഗാന്ധിയും ഒരേ ഫ്ലൈറ്റിലാണ് ഡൽഹിയിൽ നിന്ന് ലക്നൌവിൽ വന്നിറങ്ങുന്നത്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ മാത്രം ഡീറ്റെയിൻ ചെയ്തത്? അതിൻ്റെ കാരണം BJPക്ക് ഒരു ഭീഷണി ഉയർത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് ലഖിംപൂരിൽ, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദി ബ്രാഹ്മിൻ വോട്ട്. നമുക്കറിയാം, അവിടുത്തെ ബ്രാഹ്മിനും സിഖുകാരും ഒന്നിച്ച് കോൺഗ്രസിനോടോ BJP വിരുദ്ധ മറ്റു പാർട്ടികളോടോ ഒന്നിച്ചു ചേർന്നാൽ BJPക്ക് അവിടെ പരാജയമുണ്ടാകും. ശരത്ത് പറഞ്ഞത് നേരാണ്. 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 2017 8 ജയിച്ചത് അവരാണ്, ബാക്കി 4 സമാജ്വാദി പാർട്ടിയാണ് ജയിച്ചത്. ഇവിടെ ഇപ്പോഴും ഇത്രയും വലിയൊരു ദുരന്തം അവിടെ അരങ്ങേറിയിട്ടും അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന BJPയുടെ അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയമാണ് ഇപ്പോഴും ഇത്രയും വലിയൊരു പ്രശ്നത്തെ ഒരു മെല്ലെപ്പോക്കിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPയെ പ്രേരിപ്പിക്കുന്നത്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഭരണനിർവഹണത്തിനും എന്നും വലിയ കളങ്കമുണ്ടാക്കും ഇനി വരുന്നൊരു കാലഘട്ടത്തിലുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ആ മേഖലയുമായി ചൂഴ്ന്നു നിൽക്കുന്ന BJP രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകളും മറ്റുമാണ് ഷാജി ജോസഫ് മുന്നോട്ട് വെച്ച ഈ വിവരങ്ങളിൽ ഉള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. ശ്രീ കൃഷ്ണപ്രസാദ്, ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ UP സർക്കാരിനെ കർഷക വിരുദ്ധ നയങ്ങളെ കൂടുതലായി തുറന്നു കാട്ടുക, ഇത്തരം ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട അച്ഛനെയും മകനെയും കേന്ദ്രമന്ത്രിയെയും മകനെയും സംരക്ഷിക്കുന്നതിനെ തുറന്നു കാട്ടുക, ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ യോജിച്ച ഒറ്റക്കെട്ടായ നീക്കം എന്ന പ്രശ്നം, അങ്ങനെ വലിയ വെല്ലുവിളി ഈ കർഷക സംഘടനകൾക്കും ആ സമരത്തിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും മുന്നിലുണ്ടല്ലോ. അപ്പോൾ അതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൂടി ഓരോ ദിവസവും ഈ സമരരംഗത്ത് നിൽക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നതല്ലേ? ഈ കർഷക സമരത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ ജയസൂര്യൻ പറഞ്ഞു, അത് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയം നന്നായി അറിയുന്ന ഒരാളാണ്. എത്രത്തോളം നീണ്ടുപോകുന്നുവോ അത്രത്തോളം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് കർഷക സമരം ചെയ്യുന്നത്. ഇപ്പോൾ വെസ്റ്റ് UPയിൽ നിന്നും അവർ സെൻട്രൽ UPയിലേക്കും അതുപോലെ തന്നെ ഈസ്റ്റ് UPയിലേക്കും വലിയ രൂപത്തിൽ
പതിനായിരക്കണക്കിന് ആളുകൾ, സർക്കാരിന്റെ തന്നെ കണക്ക് പ്രകാരം 25,000-ഏറെ ആളുകൾ ഈ രണ്ടാം ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതൊരു നിസ്സാരമായ എണ്ണമാണോ? ഇത്രയും ആളുകളുടെ, കർഷകരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ആ സമരം നടക്കുന്നത്. മാത്രമല്ല ഇത്ര വലിയ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും ഉൾപ്പെടെ നടന്നിട്ടും 600 ആളുകൾ ഇതുവരെ ഒരു ദിവസം 2 പേർ എന്ന രൂപത്തിൽ അവിടെ ഈ സമരത്തിന്റെ ഭാഗമായി മരിക്കുകയാണ്. 640 ആളിപ്പം മരിച്ചു ഈ കഴിഞ്ഞ 10 മാസം കൊണ്ട്, 300 ദിവസം കൊണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രതികരണശേഷി കാണിക്കുന്ന ഒരു സമരം ഏതാ നമ്മുടെയൊക്കെ ചരിത്രത്തിൽ ഓർമ്മയിലുള്ളത്? രണ്ട്, ഇവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ BJPയുടെ വർഗീയ അജണ്ടയെ പൂർണ്ണമായിട്ടും തുറന്നു കാണിക്കുകയും ആ വർഗീയതയ്ക്ക് അതീതമായി ഇപ്പോൾ കർഷകന്റെ ഉൽപ്പന്നത്തിന് വില കിട്ടണം, അതാണ് അവർ പറഞ്ഞ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അത് 2014 പ്രകടന പത്രികയിൽ BJP ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വാഗ്ദാനം ചെയ്തതാണ്. അത് നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് BJPയുടെ സ്വാധീനത്തിന് അപ്പുറത്ത് നിൽക്കുന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കർഷകരുടെ പ്രശ്നമാണത്. അതുപോലെ തന്നെ കൂലിയും അതുപോലെ തന്നെ തൊഴിലും ലഭിക്കുക എന്നുള്ളത്, ലേബർ കോഡിനെതിരായിട്ടുള്ള സമരം, തൊഴിലാളികളുടെ കർഷകരുടെ ഐക്യം, ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ തൊഴിലാളി കർഷക ഐക്യത്തിലൂടെയാണ് ഈ സമരം നടക്കുന്നത്. ഈ 27 നടന്ന ബന്ദ് ഏറ്റവും വലിയ, അടുത്ത കാലത്ത് നടന്ന വലിയ ഭാരത ബന്ധായി ആ ബന്ദ് മാറി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഒരുമിക്കുകയോ നിലപാടെടുക്കാൻ നിർബന്ധിക്കപ്പെടും. ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നടക്കുകയല്ലേ? ആ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ BJPക്ക് ഇപ്പൊ ഈ നടക്കുന്ന ചർച്ചകൾ ഗുണകരമാണോ? എത്ര ദിവസമായി നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ദിവസം നിങ്ങളത് അറസ്റ്റ് ചെയ്യാനെടുക്കുമോ അത്രയും നാൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരില്ലേ? എത്ര നാൾ ഇദ്ദേഹം രാജിവെക്കാതെ സംരക്ഷിക്കുന്നു അത്രയും നാൾ പ്രധാനമന്ത്രി ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഇവ ജയസൂര്യൻ തന്നെ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെയാണ് തീരുമാനം, നാളെ എന്ത് തീരുമാനം എടുക്കുന്നു ഉറപ്പില്ലല്ലോ. അപ്പൊ BJPക്ക് അകത്ത് തന്നെ വിള്ളലുണ്ടായില്ലേ? BJPയുടെ MP വരുൺ ഗാന്ധി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന MP പറഞ്ഞല്ലോ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല നമ്മൾ എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം ഈ പറഞ്ഞ വാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്നതിന്റെ ചിത്രം അത് ട്വീറ്റ് ചെയ്തത് BJPയുടെ MP അല്ലേ? നിങ്ങളുടെ അകത്തുള്ള പ്രവർത്തകർക്ക് ഇതിനായിരിക്കാൻ കഴിയുമോ? അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന സർക്കാർ, അദ്ദേഹത്തിന്റെ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ, അദ്ദേഹത്തിന്റെ എല്ലാം പോലീസിലൊക്കെ ഉൾപ്പെടെയുള്ള പിടി അയയുകയാണ്. അത് സ്വതന്ത്ര അന്വേഷണമാണ്, തെറ്റിദ്ധരിക്കണ്ട. ഇവർ പറയുന്നതനുസരിച്ച് താളം തുള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. നേരത്തെ VIP എടുക്കുമായിരുന്നു, ആന്റി നാഷണൽ എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ ജയിലിറങ്ങി. ഇപ്പോൾ തന്നെ സിദ്ദീഖ് കാപ്പൻ ജയിലിലല്ലേ ഉള്ളത്? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞില്ലേ? എന്ത് ന്യായമാണ് ജയസൂര്യനെ പോലെ ഒരു വക്കീൽ പറയാൻ കഴിയുക? എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ ഇത്തരം നിയമങ്ങൾക്ക്? എന്ത് ഗുണ്ടായുസവും നടത്താം, ഇവിടെ ഞങ്ങളെ ആരും പേടിക്കാനില്ല എന്ന രൂപത്തിലേക്ക് ഒരു ഗവൺമെന്റ് പോകാവോ? അങ്ങനെ പോയാൽ ആ ഗവൺമെന്റിന് ഒരു ഭാവിയുണ്ടോ? ജനങ്ങളെങ്കിലും പേടിക്കണ്ടേ? ജനങ്ങൾ അധികാരം തന്നതല്ലേ? ആ ജനങ്ങളെ പേടിക്കണ്ടേ നിങ്ങൾ? ആ ജനങ്ങളുടെ മേൽ വണ്ടി അടിച്ചു കയറ്റുന്ന ആളെ അറസ്റ്റ് ചെയ്യാത്ത ഒരു ഗവൺമെന്റിനെ എങ്ങനെയാണ് നമുക്ക് ബഹുമാനിക്കാൻ കഴിയുക? പ്രൊവക്കേറ്റീവ് സ്പീച്ച് നടത്തിയ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പിന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് കഫീൽ ഖാൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗം നടത്തിയത് ആൻറ്റി നാഷണൽ ആണെന്നും പ്രൊവക്കേറ്റീവ് ആണെന്നും പറഞ്ഞ് അദ്ദേഹത്തെ അകത്തിട്ടു, ജയിലിലിട്ട് മാസങ്ങളോളം അദ്ദേഹം അകത്ത് കിടന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ 2 തരത്തിലെ ജസ്റ്റിസ് സിസ്റ്റമാണ് ഇത് കാണിക്കുന്നത്. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ നിരവധിയായി ഈ വിഷയങ്ങളിൽ അടക്കം ഉന്നയിക്കാനുണ്ട്. ശ്രീ ജയസൂര്യൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏത് ചർച്ചയിൽ ഏത് പ്രതിനിധി വന്നാലും സംഭവിക്കുന്നത് ആ നിലയിലാണ്. അതായത് ആർക്കും ഇപ്പോൾ BJP നേതാക്കൾക്ക് പോലും ന്യായീകരിക്കാനാവാത്തൊരു പ്രതിസന്ധിയിൽ ചെന്നുപെട്ടിരിക്കുന്നു. കൂടുതൽ ജനവിരുദ്ധമാകുന്നു എന്ന പ്രശ്നം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും സമ്മതിക്കേണ്ടി വരുന്ന പ്രശ്നം. അതാണ് ഈ ചർച്ച ആകത്തുകയായി ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരു കാര്യം ശ്രീ ജയസൂര്യൻ. അതായത് UP ഇലക്ഷൻ വരികയാണ്. UP ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഈ സമയത്ത് പ്രതിപക്ഷം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എല്ലാ സാഹചര്യങ്ങളും സമർത്ഥമായി ഉപയോഗിക്കും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തീരുമാനം ജനങ്ങളാണ് എടുക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും പറയാറുണ്ടല്ലോ, ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ നേരിടും എന്ന്. ശരിയാണ്, ജനങ്ങൾ ഇതിൽ കാര്യത്തിൽ അവസാനം തീരുമാനമെടുക്കുമല്ലോ. അപ്പോൾ ഈ BJP ഗവൺമെന്റിന് എതിരാണ് ജനങ്ങളെങ്കിൽ നമുക്കപ്പോൾ കാണാമല്ലോ എത്രയെല്ലാം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാ BJP ഒലിച്ചു പോകാൻ പോവുകയാണ്, കർഷക സമരം വരുന്നതോടുകൂടി BJP ഗവൺമെന്റ് താഴെ വീഴും, നരേന്ദ്രമോദി താഴെ വീഴും എന്നൊക്കെ വലിയ സ്വപ്നം കണ്ടതുപോലെ ഇപ്പോഴും പ്രതിപക്ഷത്തിന് നല്ല ഒരു സ്വപ്നം കാണാൻ കഴിയും. അല്ല, ആ സമരം അങ്ങനെ പോകുന്നുണ്ടല്ലേ ശ്രീ ജയസൂര്യൻ ഈ ചർച്ചയിൽ ജനകീയ കോടതിയിൽ കാണാമെന്ന് പറയാൻ നിർബന്ധിതനാകുന്നത്? അത് തന്നെയാണ് ആ സമരത്തിന്റെ പ്രസക്തി. അല്ല, ഞാൻ പറയാൻ കാരണം ഈ പറയുന്ന ജനകീയ കോടതിയിലേക്ക് പോകുമ്പോൾ കർഷകർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളും ആനുകൂല്യങ്ങളും അവരുടെ സൗഭാഗ്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടായിരിക്കും തീരുമാനമെടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ഡിബേറ്റിലേക്ക് പോകാൻ. അപ്പോൾ
ശ്രീ ജയസൂര്യൻ ഒന്ന് പൂർത്തിയായിക്കോളൂ ആ ഡിബേറ്റിലേക്ക്. ആ തരത്തിലുള്ള ഒരു ചർച്ച, ഓക്കെ, അതായത് ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലാവും കർഷകരുടെ ഭാഗത്ത് ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുക. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ലംഘനങ്ങൾക്ക് അപ്പുറത്ത് കർഷകർക്ക് കിട്ടിയ ആശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ തീരുമാനമെടുക്കുക. ഇനി ഈ കേസിന്റെ കാര്യത്തിൽ സുതാര്യമായ അന്വേഷണം നടക്കും, അതിനുള്ള സൗകര്യങ്ങളുണ്ടാകും, കുറ്റവാളികളാണ് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. അതിന് UP ഭരണകൂടം വഴി തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് ഫലം കാണുകയും ചെയ്യും. കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, അതല്ലെങ്കിൽ നിയമ നടപടികൾ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ തന്നെ പോവുകയും ചെയ്യും. അതിൽ രാഷ്ട്രീയം കലർത്തരുത്. എന്താണ് ജാതിയുടെയും മതത്തിന്റെയും പണത്തിന്റെയും ഒരു നിമിഷം ക്ഷമ, ഞാൻ വരാം. ജാതിയുടെയും മതത്തിന്റെയും പണത്തിന്റെയും മസിലിന്റെയും ഉപകരണങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷം പൊതുജനങ്ങളുടെ സംതൃപ്തി പാർലമെന്റിലെയോ നിയമസഭയിലെയോ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളെ ഭരിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. അതാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ജനകീയ കോടതിയിൽ ജനങ്ങൾ വിധി എഴുതട്ടെ, ആ നിലയ്ക്ക് അതിനെ വിലയിരുത്താമെന്ന് പറയേണ്ടി വരുന്നതും പറയുന്നതും അതുകൊണ്ടുകൂടിയാണ്. ഡോക്ടർ ഷമ, ഇതിൽ പ്രധാനമായി ഇത് തന്നെയാണ്. ഈ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും, ഈ അന്വേഷണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് എന്നൊക്കെയുള്ള നിങ്ങളുടെ വാദത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതേസമയം ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന പൊതുപ്രവർത്തകരെ, ജനപ്രതിനിധികളെ തടയുക എന്ന ഒരു പുതിയ ജനാധിപത്യ ശൈലി കൂടി ആവർത്തിച്ചു വരുന്നുണ്ട്. അതിനെയും പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഇന്നിപ്പോൾ ലഖിംപൂരിൽ കണ്ടതാണ്. ആ നിലയിലാണിപ്പോൾ രാഹുലിനും പ്രിയങ്കയ്ക്കും ഒക്കെ അവിടെ എത്താനായത്. അപ്പോൾ ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ സമരം തുടരുക തന്നെ മാർഗമുള്ളൂ നിങ്ങളെ സംബന്ധിച്ചും. ഇത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ചോദിക്കേണ്ട ശ്രീ ജയസൂര്യനോട് എന്തുകൊണ്ട് അറസ്റ്റ് വാറന്റ് ഉണ്ടായിട്ടും അവര് ആശീഷ് മിശ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല? തെളിവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ജനാധിപത്യം ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യും. അവർക്ക് ആരാ പ്രതി? അവര് ഇപ്പം പാവം സിദ്ദീഖ് കപ്പൻ 1 കൊല്ലത്തിന്റെ അധികം UAPA അദ്ദേഹത്തിന്റെ മേലെ ഇട്ടത്. അദ്ദേഹം എന്തുകൊണ്ട് ലാസ്റ്റ് പറഞ്ഞിരിക്കുക അദ്ദേഹം എഴുതിയത് മുസ്ലിംസിന് വേണ്ടിയിട്ട് എഴുതുന്നോണ്ട് അദ്ദേഹത്തിന്റെ മേലെ UAPA ഇട്ട്? എന്ത് നോൺസെൻസ് ആയിട്ടല്ലേ? എന്താ നമ്മൾ കാണുന്ന ഒരു പത്രക്കാരൻ കേരളയിൽ നിന്ന് 1 കൊല്ലത്തിന്റെ അധികമായി അദ്ദേഹം ഹാത്രസിന്റെ അത് അന്വേഷിക്കാൻ പോയതാ, അദ്ദേഹത്തിന് ജയിലിലിട്ടിരിക്കുക. എന്തുകൊണ്ട്? ഒരേ ഒരു കാര്യം, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട്, വേറൊന്നുമല്ല. മുസ്ലിം ആയാൽ നിങ്ങൾ ജയിലിലായിരിക്കും. അത് ക്ലിയർ ആണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ ഇടയിൽ. അപ്പം അതാണ് പറയുന്ന ജനാധിപത്യം ഇല്ല, അവിടെ തകർന്നിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പം ജനാധിപത്യം ഉണ്ടെന്ന് പറയണമെങ്കിൽ ആശീഷ് മിശ്രനെ നാളെ അറസ്റ്റ് ചെയ്യണം. എന്ത് വെച്ചാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം. അതാണ് അദ്ദേഹം കൊല ചെയ്യുന്നത് കണ്ടതാണ്. അതിൽ തെളിവുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട് ജീപ്പില്. അദ്ദേഹത്തിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുക അദ്ദേഹമായിരുന്നു. മറ്റേ വേറെ തെളിവുണ്ട്. അപ്പം അത് എന്തായാലും പിന്നെ ഇതൊരു ജുഡീഷ്യൽ പ്രോബ് ആയിരിക്കണം. അതിന്റെ ഉള്ളിലുള്ള അവിടുത്തെ പോലീസിന് പ്രോബ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട്? ആർക്കും ഒരു ഇതും കിട്ടൂല, അതില് ജസ്റ്റിസ് കിട്ടൂല. ഒരു ജുഡീഷ്യൽ പ്രോബ് എന്തായിരിക്കണം? മസ്റ്റാണ് ഇതൊരു സിറ്റിംഗ് ജഡ്ജിന്റെ ജുഡീഷ്യൽ പ്രോബ് ആയിരിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കർഷക സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ ഈ ഫാസിസ്റ്റ് സർക്കാരിനെ വിടില്ല. അവർക്ക് ഇഷ്ടപോലെ അവരെല്ലാം പത്രം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എടുത്തിരിക്കുക. CBI, ED. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു പോയിന്റ് കൂടി, നാർക്കോട്ടിക്സ് ബ്യൂറോ ഇത് എവിടെ ഉണ്ടായിട്ടില്ല. 3000 kg 3000 kg ആണ് പിടിച്ചത് അവിടെ മുന്ദ്ര പോർട്ടില് അഡാനിയില്. ഒരു ഞങ്ങൾ ഒന്നും കേട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് ഷാറൂഖ് ഖാന്റെ മകന് അവര് കുറച്ച് 10 ഗ്രാം അത് എടുക്കുമ്പോ അവിടെ നാർക്കോട്ടിക്സ് ബ്യൂറോ എത്തി. എന്തുകൊണ്ട് നാർക്കോട്ടിക്സ് ബ്യൂറോ മുന്ദ്ര പോർട്ടിൽ അന്വേഷണം ഇല്ലാത്തത്? അതെല്ലാം നമ്മൾ പറഞ്ഞ ജനാധിപത്യം ഇവിടെ തകർന്നിരിക്കുക. അവര് ഡ്രഗ്സ് കൊണ്ടുവരുന്നു, BJP ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്താ നടക്കുന്നത്? അതിന്റെ മേലെ എന്തുകൊണ്ട് നാർക്കോട്ടിക്സ് ബ്യൂറോ അന്വേഷണം ചെയ്യുന്നില്ല? ഇത് ഞങ്ങൾ TV കാണും. മറ്റേ ഷാറൂഖ് ഖാന്റെ മകൻ അവനും ഇവിടെ ചെറിയ കാര്യങ്ങൾ, വലിയ 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 മീനുകളെയാ നിങ്ങൾ പിടിക്കേണ്ടത്. നിങ്ങൾ ചെറിയ മീനിനല്ല പിടിക്കേണ്ടത്. ഡോക്ടർ ഷമ, ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ആ നിലയിലുള്ള ഡിബേറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരിക. നേരത്തെ ശ്രീ കൃഷ്ണപ്രസാദും അതുപോലെ ഡോക്ടർ ഷമയും ഒക്കെ ഈ നിലയിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം കർഷക വിരുദ്ധ സർക്കാർ നയത്തിനെതിരെ കർഷകർക്കൊപ്പം നിൽക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു. തികഞ്ഞ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന വാദം ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ BJPയുടെ വാദമായി ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അവസാനമായി ഒറ്റ വാചകത്തിൽ ശ്രീ ഷാജി ജോസഫ്, ഏതായാലും ഈ തുടരുന്ന കർഷക സമരം, ഈ സംഭവങ്ങൾ ലഖിംപൂരിലെ ദാരുണമായ സംഭവം അടക്കം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ ആ സമരത്തെ നേരിടുന്ന സർക്കാർ രാഷ്ട്രീയമായി ജനാധിപത്യപരമായി ക്ഷീണിച്ചിട്ടുണ്ടോ മോദി സർക്കാർ? ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ. കർഷക സമരം പഞ്ചാബിലെയും വെസ്റ്റേൺ ഉത്തർപ്രദേശിലെയും കർഷകരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിസാൻ സഭയും ചേർന്ന്
ഒന്നിച്ച് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുന്നോ ഈ ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പാടില്ലാത്തൊരു സാഹചര്യമുണ്ടാകും. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ BJPയെ വിരളി പിടിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ കർഷക സമരം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റേൺ UPയിൽ നിന്ന് സെൻട്രൽ UPയിലേക്കും ഈസ്റ്റേൺ UPയിലേക്കും ഇതിൻ്റെ തീ ആളിപ്പടരുകയാണ്. എന്തുകൊണ്ടാണ് കർഷക സമരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ ഇടപെടലിൽ ഉണ്ടാവരുതേ എന്ന് കർഷക സമരത്തിന് നേതാക്കൾ ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ കാരണവും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഭരണകക്ഷിക്ക് ഇതിനെ വിഘടിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കാനും വേണ്ടിയാണ്. ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഉത്തർപ്രദേശിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. മനീഷ് ഗുപ്ത എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഗോരഖ്പൂരിൽ പോലീസുകാർ വെടിവെച്ച് കൊന്നത്, അതല്ല എങ്കിൽ ഒരു SP മെഹബൂബ SP ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ കാണാതായിട്ട് 1 വർഷത്തോളമായി. ഇങ്ങനെ പല കേസുകളും നിൽക്കുമ്പോൾ പോലീസിനെതിരെ വലിയ ചോദ്യങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് ഈ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അധിക ദൂരം സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം പൊതുസമൂഹം ഈ ഗവൺമെന്റിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും വളരെ ശക്തമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ, ജനാധിപത്യപരമായ ചോദ്യങ്ങൾ, ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റാത്തത് ഒക്കെ വലിയ വലിയ ചോദ്യങ്ങളായി, വിമർശനങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യമാണ് ലഖിംപൂരിലെ ദാരുണമായ സംഭവം സർക്കാരുകൾക്ക് മേൽ ഉയർത്തുന്നത്. പ്രതിപക്ഷം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രതിപക്ഷം വളരെ ശക്തമായി ഒറ്റക്കെട്ടായി തന്നെ ആ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു. രാഷ്ട്രീയം കലർത്താതെ അതിശക്തമായി ഇന്ത്യൻ കർഷക സമരം മുന്നോട്ടു പോകുന്ന കാഴ്ച. മറുഭാഗത്ത് BJPയുടെ ദേശീയ നേതാക്കൾ വലിയ മൗനത്തിൽ നിൽക്കുന്നു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടാതെ നിൽക്കുന്നു. ഏറ്റവും വലിയ തോതിൽ കുറ്റാരോപിതനായി ആരോപണ വിധേയനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകനും നിൽക്കുന്നു. അറസ്റ്റ് പോലും ഉണ്ടാകുന്നില്ല. ഡോക്ടർ ഷമ നേരത്തെ സൂചിപ്പിച്ച പോലെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിട്ടും കേന്ദ്രമന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്യാത്ത നിലയിൽ രാജ്യത്തെ ഈ ക്രിമിനൽ സംവിധാനങ്ങൾ നിൽക്കുകയാണോ, പോലീസ് സംവിധാനം നിൽക്കുകയാണോ എന്ന ചോദ്യം, ഇതടക്കം ഒരുപാട് ചോദ്യങ്ങൾ തുടർന്ന് അങ്ങോട്ടും തുടരുന്ന വിധം ശക്തമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ. ഇതാണ് ഈ ചർച്ചയിൽ എല്ലാവരും മുന്നോട്ട് വെച്ച പൊതുനിരീക്ഷണങ്ങൾ. വളരെയധികം നന്ദി എല്ലാവർക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 9 PM കാണാം.